ഈ 123.876 എന്നുള്ള ഒരു ദശാംശ സംഖ്യ പരിഗണിക്കുക. അതിൽ 8ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് 10-1. 8ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 8 ഗുണം 10-1 0.8 വരും, അതായത് 0.8. 7ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 7 പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആയതുകൊണ്ട് 100-1. 7ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 7 × 100-1 7/100 0.07 0.07. 6ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യയാണ്, അതായത് മൂന്നാമത്തെ സംഖ്യ ആയതുകൊണ്ട് 1000-1 വരും. ഒന്നാമത്തെ സംഖ്യ ആണെങ്കിൽ 10-1, പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ 100-1, പോയിൻ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ ആണെങ്കിൽ 1000-1. അപ്പോൾ 6ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 6 ഗുണം സ്ഥാനം 1000-1, അതായത് 3 സ്ഥാനം വേണം. ഇവിടെ 1 ഉള്ളൂ, 2 0 കൊടുക്കണം. എന്നിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 3 സ്ഥാനം 0.006. ഇനി നമുക്ക് പൂർണ്ണസംഖ്യ നോക്കാം. 123. 3 ഒറ്റ 2 10 1 100, അതായത് 3 ഒറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് 3ൻ്റെ സ്ഥാനം. ഒറ്റ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 3ഉം 1ഉം കൂടെ ഗുണിക്കുക 3. 2ൻ്റെ സ്ഥാനം എന്ന് പറയാൻ 2 10, സ്ഥാനവില എന്ന് പറയാൻ 2 ഗുണം 10 20. 1ൻ്റെ സ്ഥാനവില ഇവിടെ എത്ര? ഒറ്റ 10 100. 1ൻ്റെ സ്ഥാനം 100ഉം സ്ഥാനവില 1 ഗുണം 100 100 വരും. സ്ഥാനവും സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സ്ഥാനം മാത്രം എഴുതിയാൽ സ്ഥാനവിലയാണ് സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിക്കുക.